ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ആടൊക്കെ കരയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാടച്ചൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഗണപതിയല്ല 41 ആയതുകൊണ്ട് അമ്പലത്തിൽ പൂജ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെയാണ് പോകുന്നത്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത്. അവിടെ ലേറ്റാവും പൂജ നടത്താൻ വേണ്ടി, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് പോകുന്നത്. നമ്മൾ എവിടെ പോയാലും ഒരു പാലം നിർബന്ധം. പാലില്ലാത്തൊരു പണിയില്ല. അപ്പോൾ ഈ പാലം നല്ലതായിരുന്നു കേട്ടോ. പലകയൊക്കെ വെച്ച് അടിച്ച പാലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പോൾ അത് അടിച്ച് തൂക്കിപ്പോയി. അപ്പോൾ ഇതിനും മോശമായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പാലം. അതായത് ആ പാലം നല്ല പാലം കളഞ്ഞിട്ട് പിന്നെ വെച്ചത്. ഇപ്പോൾ ഇവർ ആരൊക്കെ എന്തൊക്കെയോ കൊമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ആക്കിയെടുത്തു. നമ്മൾ കുറച്ച് കാടുള്ള വഴി കൂടെ പോയി അവസാനം അമ്പലത്തിലെത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ചെരുപ്പിന് കാല് നൂരിപ്പോകാൻ ഭയങ്കര മടി. പിന്നെ അവിടുന്ന് കുറേ പാടുപെട്ട് അത് ഊരി അമ്പലത്തിലെത്തി തൊഴുതു. ഞങ്ങൾ ഫസ്റ്റ് ഗണപതി ഹോമത്തിൻ്റെ അവിടെ പോയിട്ടാണ് തൊഴുതത്. ആദ്യം തൊഴുതിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗണപതി ഹോമത്തിൻ്റെ അവിടെ പോയപ്പോൾ ഞങ്ങൾക്കിങ്ങനെ തൊടാനുള്ള കുറി കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് കറുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ചന്ദനം കിട്ടിയത്. നമ്മൾ ചന്ദനം തൊട്ട് കുറേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുത്തിലും തലയിലൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഞങ്ങൾ വെറുതെ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഗണപതി ഹോമത്തിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ അവിടുത്തെ മഹാവിഷ്ണുവിനെ നേദിച്ചതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് മഹാവിഷ്ണുവിൻ്റെ ആണ്. ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. അത് കിട്ടി. അന്നദാന സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.